ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്ലുവിൻ്റെയും ടീച്ചറമ്മയുടെയും ആ ഒരു നീക്കം അത് അതിഗംഭീരമായി വിജയിച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും വല്യമാമയുടെ കൈകളിലേക്ക് ആ ഒരു പേപ്പറും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞപ്പോൾ അത് ടീച്ചറിനെയും മകനെയും ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു നമ്മുടെ വല്യമാമ. ഇതോടുകൂടി കാര്യങ്ങളുടെ ഗതി നേരെ തലക്കനം മറിഞ്ഞു. അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ വീട്ടിലുള്ളവരാരും. നമ്മുടെ വല്യമാമ നേരെ വീട്ടിലേക്ക് വന്ന് മഹേഷിനെ ആയിരുന്നല്ലോ എല്ലാവർക്കും സംശയം. മഹേഷിനെ വിളിച്ചിരുത്തി സംസാരിക്കാം. അപ്പം താൻ ആ സ്വർണ്ണം എടുത്തിട്ടില്ല എന്ന് മഹേഷ് പറഞ്ഞു. നീയല്ലേ ഇൻഷുറൻസ് പേപ്പറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുറി മുഴുവനും അല്ലെങ്കിൽ അലമാരി മുഴുവനും തപ്പി പെറുക്കിയത്. അപ്പം നിനക്ക് തന്നെയാണ് അറിയാവുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ അതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷ് പറഞ്ഞു, വല്യമാമ ഇൻഷുറൻസ് പേപ്പറൊക്കെ ഞാൻ തപ്പി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനകത്തിരുന്ന സ്വർണ്ണമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു തരി സ്വർണം പോലും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ വല്യമാമയെ, സത്യമാണ് ഞാൻ പറയണേന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ കുറേ വല്യമാമയോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും മഹേഷാണ് പ്രതി എന്നുള്ളൊരു ഇതിലാണല്ലോ നമ്മുടെ വല്യമാമയൊക്കെ ഇരിക്കണേ. വല്യമാമയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നീ ഇനിയും ഇവിടെ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ആ സ്വർണം എടുത്തു കൊടുക്കും. നിൻ്റെ പെങ്ങളല്ലേടാ ഒന്നുമില്ലെങ്കിലും അവള് നിനക്ക് കടപണിയാൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഇൻഷുറൻസ് തുക അവൾ നിനക്കല്ലേടാ തന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, എൻ്റെ വല്യമാമ ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ആ സ്വർണം എടുത്തിട്ടില്ല, ഞാൻ ആ മുറിയിൽ കയറി എന്നുള്ളത് സത്യം. എൻ്റെ പൊന്നു വല്യമാമി എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ എടുത്തിട്ടില്ലെന്നും പറഞ്ഞ് കാറി കൂവി തന്നെ വല്യമാമയോട് ഇയാൾ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ മഹേഷ് എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ മഹേഷ് ഉറച്ചു നിൽക്കുന്നു. അപ്പോഴാണ് കുഞ്ഞിയും രേണുവും രാധയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. പുറകെ വിഷ്ണുവും വന്നു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു വന്നപ്പോഴേക്കും കുഞ്ഞിയുടെ സ്വർണത്തെ പറ്റിയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് വിഷ്ണു പറയുമ്പം അതെവിടെ പോയതാണെന്ന് എല്ലാവർക്കും അറിയില്ലെങ്കിലും ചിലർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു വല്യമാമ ഈ കയ്യിൽ കിട്ടിയ പേപ്പർ എടുത്ത് ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു, വിഷ്ണുവിൻ്റെ കയ്യിലേക്ക്. അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത സമയത്ത് വിഷ്ണു ഇത് വായിച്ചു നോക്കുക. വിഷ്ണു വായിച്ചു നോക്കിയപ്പോൾ വിഷ്ണു അന്തം വിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞിയാണെങ്കിൽ അല്ല രാധു ആണെങ്കിൽ രേണു ആണെങ്കിൽ ഇവരെല്ലാവരും ഈ പേപ്പറുകൾ വായിച്ചു. ഈ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കെല്ലാവർക്കും ആകെ ഒരു അങ്കലാപ്പ്. ഇത്രയും നേരം മഹേഷാണ് കുറ്റക്കാരൻ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് നേരെ കാര്യങ്ങൾ വേറെ വഴിയിലേക്ക് പോകുന്നു. രാധയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുവാണ്. അപ്പം നമ്മുടെ വല്യമാമ പറഞ്ഞു, ഈ വീട്ടിലുള്ള ആരാണ് എടുത്തതെങ്കിലും അവരിപ്പോൾ ഇവിടെ കുറ്റസമ്മതം നടത്തി അത് തിരിച്ചു തരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ നീക്കം, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നും പറഞ്ഞുകൊണ്ട് വല്യമാമ പറയും. ആ സമയത്ത് മഹേഷ് പറഞ്ഞു, കേസ് കൊടുക്കുന്നെങ്കിൽ വല്യമാമ കേസ് കൊടുത്തോ, എനിക്ക് വേറൊന്നും പറയാനില്ല, ഞാൻ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രേണുവും പറഞ്ഞു കേസ് കൊടുക്കാം. രാധ മാത്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ് വിഷ്ണുവേട്ടൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കേസ് കൊടുത്ത് ആ രീതിയിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കാം, അതിന് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, വേണമെങ്കിൽ നമുക്ക് നടപടികൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നാലും വീടിൻ്റെ അന്തസ്സ് നോക്കണ്ടേ, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കള്ളൻ ഇത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ളവർ മറ്റുള്ളവരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് രാധ ഇടങ്കോലിടുക. പക്ഷേ ഇപ്പം കുഞ്ഞിയുടെ കല്യാണത്തിന് ഈ സ്വർണ്ണമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണ സമയത്ത് ആ സ്വർണം വേണം എന്ന് നിർബന്ധം പറയുകയാണ് നമ്മുടെ വല്യമ്മാമ. അപ്പോൾ എനിക്ക് ആ സ്വർണ്ണമൊന്നും വേണ്ട വല്യമ്മാമേ, അതിൻ്റെ ആവശ്യമില്ല വല്യമ്മാമ എന്ന് പറഞ്ഞു കുഞ്ഞി അവിടെ നിൽക്കുന്നു. കുഞ്ഞി, അത് നിൻ്റെ നല്ല മനസ്സുകൊണ്ട് നീ പറയുന്നതാ. നിനക്ക് വേണ്ടി നിൻ്റെ അമ്മ ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതങ്ങനെ വിട്ടു പോകാൻ നീ സമ്മതിക്കുമോ? നിനക്ക് അത് കൈവിട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വല്യമ്മാമ കുഞ്ഞിയോട് ചോദിച്ചു. എന്തായാലും കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ കേസ് കൊടുക്കാമെന്ന് വല്യമ്മാമയും പറഞ്ഞു. വല്യമ്മാമയൊക്കെ ഒപ്പം നിന്ന് വിഷ്ണുവും പറഞ്ഞു. രേണുവും മഹേഷും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും അത് പറഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് രാധയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കാൻ തുടങ്ങി. ഉള്ളിലെ ടെൻഷൻ രാധ അങ്ങോട്ട് കിടന്ന് ഉരുക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചറമ്മ മുറിയിലിരുന്ന് കാണുന്നുണ്ടേ. ഇവർ പുറത്ത് മുറ്റത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ടീച്ചറമ്മ ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. ആ പാവമാണെങ്കിൽ അതിനേക്കാളും ടെൻഷനും വിഷമവുമായിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒന്നും അങ്ങ് അറിയാനും പറ്റുന്നില്ല. മൊത്തത്തിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് എല്ലാം കടന്നു പോകുന്നത്. എങ്ങനെയാണെങ്കിലോ സ്വർണം കിട്ടണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കൊച്ചിങ്ങനെ മനസ്സിൽ ആ ഒരു ഇതിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. ടീച്ചർ ചിന്തിക്കുന്നു, അതായത് കല്ലുവും അകത്ത് തന്നെ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ആ ഒരു ഇത് കല്ലുവും ഇവരുടെ സംസാരവും രീതികളും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും കേസ് കൊടുക്കുമെന്നുള്ളൊരു നിലപാടിൽ തന്നെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വല്യമ്മാമയെന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞി വല്യമ്മാമയുടെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ പൊന്നു മോള് സങ്കടപ്പെടരുത്, ഇതിനൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കും, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. നിനക്ക് അവകാശപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഈശ്വരന്മാർ സമ്മതിക്കത്തില്ല കുഞ്ഞെ എന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ വല്യമാമ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞ് വല്യമാമ കുഞ്ഞിനെ സമാധാനിപ്പിച്ചു അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രാധയ്ക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. അപ്പോഴേക്കും പിള്ളേർ കയറി കിടന്നു. കല്ലു ആണെങ്കിലും കയറി കിടന്ന് ഉറങ്ങിയതുപോലെ കിടക്കും, അല്ലെങ്കിൽ ഇനി അതിനടുത്തത് കിട്ടുമെന്ന് അറിയാവുന്നത് കൂടാ. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് രാധയ്ക്കാണെങ്കിലും ഒരു ഉറക്കവും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര വിഷമം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വിഷ്ണു കയറി വരുന്നത്. വിഷ്ണു കയറി വന്ന സമയം വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ? അല്ല വിഷ്ണുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? അല്ല വിഷ്ണുവേട്ടാ, കേസ് കൊടുക്കേണ്ടത് തന്നെയാണോ? പിന്നെ കേസ് കൊടുക്കാതെ? കേസ് കൊടുത്താലല്ലേ ആരാണ് കള്ളൻ അല്ലെങ്കിൽ കള്ളിയെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. കേസ് കൊടുത്താലേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുള്ളൂ. കേസൊന്നും കൊടുക്കണ്ട. ഈ കേസ് കൊടുത്താൽ പോലീസുകാർ വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുമോ വിഷ്ണുവേട്ടാ എന്ന് രാധ ചോദിക്കുമ്പം എല്ലാവരെയും ചോദ്യം ചെയ്യും. ഓരോരുത്തരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഈ വീട്ടിൽ വരുമെന്നും തൊണ്ടി മുതൽ കിട്ടുന്നത് വരെ പോലീസുകാർ കയറി ഇറങ്ങുമെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വിഷ്ണു ഇങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിലേ കേസ് കൊടുക്കണ്ട വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞു. കേസ് കൊടുക്കണ്ടെന്നോ? അതും തരാതെ. അപ്പോഴത്തേക്കും നമ്മുടെ കല്ലു അവിടെ എഴുന്നേറ്റു. കല്ലു ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേൾക്കുക. രാധയാണെങ്കിൽ പിള്ളേർ ഉറങ്ങിയെന്നോർത്താ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാധ പറഞ്ഞു. കേസ് കൊടുക്കുന്നതിന് നിനക്കെന്താ കുഴപ്പം? സ്വർണ്ണം ആരാ എടുത്തതെന്നുള്ളത് അറിയണ്ടേ എന്ന് ചോദിച്ചു. സ്വർണ്ണം എടുത്തവരെയൊക്കെ എനിക്ക് അറിയാം വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞു. അറിയാവോ? എന്നിട്ടാണോ നീ മിണ്ടാതിരുന്നത്? ആരാ സ്വർണ്ണം എടുത്തത്? മഹേഷാണോ എന്ന് ചോദിച്ചപ്പം മഹേഷൊന്നും അല്ല. പിന്നെ ആരാ? അത് പിന്നെ വിഷ്ണുവേട്ടാ, എനിക്ക് നീ കാര്യം പറയാതെ എന്താ വിഷയം? നീ കാര്യം പറയാൻ പറഞ്ഞു. അത് പിന്നെ വിഷ്ണുവേട്ടാ, ഞാനത് എങ്ങനെയാ പറയാ? നീ പറയാതെ ആ സ്വർണം അത് എൻ്റെ കൈകളിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവും ഞെട്ടി, ഉറങ്ങിക്കിടന്ന നമ്മുടെ കല്ലുവും ഞെട്ടി. നീ എന്തൊക്കെയാ രാധ ഈ പറയുന്നത്? നിൻ്റെ കയ്യിലോ? അത് വിഷ്ണുവേട്ട, എൻ്റെ കയ്യിലാണ് ഉള്ളത്. ഒരു ബുദ്ധിമോശം സംഭവിച്ചു പോയതാ വിഷ്ണുവേട്ട. അമ്മ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ മക്കളെ പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ വിശദീകരിക്കുക വിഷ്ണുവേട്ടനോട്. കല്ലുവും ഇതെല്ലാം അവിടെ കിടന്ന് കേൾക്കുകയാണ്. മന്ദബുദ്ധി രാധയ്ക്കറിയില്ല കല്ലു ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അന്ന് നമ്മുടെ ടീച്ചറമ്മ മരിച്ചൊക്കെ കഴിഞ്ഞ് ഈ ഇൻഷുറൻസ് തുകയുടെ കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അറിഞ്ഞതിന് ശേഷം മഹേഷ് കിടന്ന് നെട്ടോട്ട് ഓടുമായിരുന്നല്ലോ. മഹേഷ് എന്നിട്ട് ആരും ഇല്ലാത്ത തക്കം നോക്കി പാത്തും പതുങ്ങിയും ആ മുറിക്കകത്ത് ചെന്ന് കയറി. ആ മുറിക്കകത്ത് ചെന്ന് കയറിയിട്ട് അലമാരി തുറന്ന് അലമാരി മുഴുവനും തപ്പിയെന്ന് പറഞ്ഞാൽ അരിച്ചു പെറുക്കി തപ്പി കഴിഞ്ഞിട്ട് ഓരോ ഫയലുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കി. അപ്പോൾ ഈ ഇൻഷുറൻസ് തുക എന്നുള്ളൊരിതായിരുന്നു മഹേഷിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് മൊത്തം. അതുകൊണ്ട് തന്നെ അതിനകത്തിരുന്ന വേറെ ഒന്നും മഹേഷിൻ്റെ കണ്ണിൽ പെട്ടില്ല. ഈ ഫയലുകളും കാര്യങ്ങളും കണ്ണിൽ പെട്ടുള്ളൂ. മഹേഷ് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ടെല്ലാം തപ്പും പെറുക്കൊക്കെ കഴിഞ്ഞ് ഈ ഫയൽ കയ്യിൽ കിട്ടിയപ്പോൾ ഫയലും കയ്യിലെടുത്ത് പിടിച്ച് അപ്പോഴേക്ക് രാധ അതുവഴി വന്നു. രാധയും തപ്പാൻ വേണ്ടി വന്നതാ. രാധ തപ്പാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും മഹേഷ് ഇതിനകത്ത് നിൽക്കുന്നത് രാധ കണ്ടു. രാധ വന്നിട്ട് എന്ത് ചെയ്തു? പതുക്കെ അങ്ങോട്ടേക്ക് മാറി നിന്നു. ആ സമയത്ത് മഹേഷ് ഈ പേപ്പറെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാട്ടോ. കിട്ടിയ ആ ഒരു സന്തോഷത്തിലെല്ലാം വെച്ചതുപോലെ തന്നെ ഭദ്രമാക്കി വെച്ചിട്ട് മഹേഷ് അങ്ങ് പോയി തൊട്ടു. അപ്പോൾ മഹേഷ് രാധയെ കണ്ടില്ല. മഹേഷ് അങ്ങ് പോയി തൊട്ടു പിന്നാലെ രാധ കയറി വരുന്നു അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ രാധ അകത്തേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ, അപ്പോൾ ആരും ഇല്ലല്ലോ മുറിയിൽ, അപ്പോൾ ആരും കാണുന്നില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ആശാത്തി പതുക്കെ വന്നു കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് പറ്റുന്നത് പോലെ പുള്ളിക്കാരിയും അതിൻ്റെ അകം മുഴുവനും അരിച്ചു പറക്കി നോക്കുക. അങ്ങനെ അരിച്ചു പറക്കി നോക്കിയപ്പോൾ മഹേഷ് കാണാതെ പോയ ആ ഒരു നിധി കൂമ്പാരം നമ്മുടെ പുള്ളിക്കാരി കണ്ടു. പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങനെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര കനതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഇത് നോക്കിയപ്പോൾ താക്കോൽ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ താക്കോൽ തപ്പലായി. തപ്പി താക്കോലും കിട്ടി ഒരു കുഞ്ഞി ചെപ്പിൽ നിന്ന്. അപ്പോൾ താക്കോലും കിട്ടി. താക്കോലും എടുത്തിട്ട് ഇത് തുറന്നു നോക്കിയപ്പോൾ ഇത് നിറയെ നല്ല അടിപൊളി ആഭരണങ്ങൾ ഇരിക്കുമല്ലേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയുടെ കിളി അങ്ങ് പോയി. ഭയങ്കര അത്ഭുതകരമായിട്ട് പുള്ളിക്കാരി അത് കീശയിലാക്കി. അങ്ങനെ ആരും അറിയാതെ ചെവി അറിയാതെ ആഭരണങ്ങൾ മുഴുവനും എടുത്ത് ഇരുന്നതുപോലെ തന്നെ സാധനവും പൂട്ടി ഇരുന്നെടുത്ത് വെച്ച് താക്കോലും ഇരുന്നെടുത്ത് വെച്ചിട്ട് നൈസായിട്ട് ഇറങ്ങി അങ്ങ് പോയി. ഇറങ്ങിച്ചെന്ന് ആരും അറിയാതെ ഭദ്രമായിട്ട് ഇവളങ്ങ് വെക്കും. അത് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയെടുത്ത് നിന്ന് തിരിച്ച് നമ്മുടെ കല്ലുവിൻ്റെയും അതുപോലെ തന്നെ ടീച്ചറമ്മയുടെയും പ്രയത്നം കൊണ്ടാണെന്ന് ഓർക്കണം. എല്ലാം പെട്ടു പോയെടുത്തു നിന്ന് തന്നെ സാധനം തിരിച്ചു കിട്ടുന്ന ആ ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സ്വന്തം അമ്മയെന്ന് പറയുന്ന പേരും കള്ളിയെപ്പറ്റി ആലോചിച്ച് ആ കല്ലു ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ അവിടെ. ആ സമയത്ത് നടന്ന സംഭവങ്ങൾ മുഴുവൻ വിഷ്ണുവിനോട് പറയുമ്പോൾ നീ എന്താടി കാണിച്ചിരിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കാം. നീ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന് നിനക്ക് അറിയാവോ എന്ന് വിഷ്ണു ചോദിച്ചു. ഒന്നുമില്ലെങ്കിലും നിനക്ക് എന്നോടെങ്കിലും ഇത് പറയാറുന്നില്ലേന്ന് ചോദിച്ചപ്പം ഞാനതെങ്ങനെ വിഷ്ണുവേട്ടനോട് പറയണേ? ഞാൻ ചെയ്തത് നമ്മുടെ മക്കളെ പറ്റി ആലോചിച്ചിട്ടാ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കക്കവും പിടിച്ചു പറിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു.
നിന്റെ അനിയത്തിയുടെ സ്വർണ്ണമായിരുന്നല്ലോ അത് കട്ടും മോട്ടിച്ചും എടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഭാര്യയോട് ചോദിച്ചു. വിഷ്ണു ഏട്ടാ കേസ് കൊടുക്കല്ലേ വിഷ്ണു ഏട്ടാ, സ്വർണ്ണം ഞാൻ നമുക്ക് തിരിച്ചു കൊടുത്തോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇനി ആ സ്വർണ്ണം നീ എടുത്ത് കൊടുത്താൽ നീ അവരുടെ എല്ലാവരുടെയും ഇനി കള്ളിയാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ വിഷ്ണു ഏട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യയെ കള്ളിയാക്കാനും പാടില്ല, സംഭവം ഇരു ചെവി അറിയാതെ ഒതുക്കി തീർക്കുകയും വേണം, കാര്യങ്ങൾ എല്ലാം ഓക്കെ ആക്കുകയും വേണം. ഇപ്പോൾ വലിയൊരു ടാസ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വിഷ്ണുവിനാണ്. വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുമോ, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. വിഷ്ണു ഏട്ടാ ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞു വിഷ്ണു വന്നിട്ട് രാധയെ വഴക്കം പറഞ്ഞു. അങ്ങനെ അവരതെല്ലാം കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കല്ലുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല കേട്ടോ. അമ്മയുടെ ഈ ഒരു കൂതറ സ്വഭാവത്തെ പറ്റി ആലോചിച്ചിട്ട് ആ കൊച്ചാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ കിടക്കുക. അതെല്ലാം കഴിഞ്ഞു. പിറ്റേന്നായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്ലു ആദ്യം തന്നെ ഓടിപ്പോകുന്നത് ടീച്ചറമ്മയെ കാണാനാണ്. അപ്പോൾ ടീച്ചറമ്മയാണെങ്കിൽ ഇത് എന്തായി, എവിടെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെയുള്ളതിലിരിക്കുക. ഈ സമയത്താണെങ്കിൽ രേണു വന്നിട്ട് മഹേഷിനെ മുറിയിലിട്ട് പൊളിച്ചെടുക്കുക. അതേ മനുഷ്യ, നിങ്ങളെങ്ങാനുമാണ് ആ സ്വർണം എടുത്തത്, ഇനി ആ സ്വർണത്തിൻ്റെ പേരിൽ ഇനി ഇവിടെ പോലീസ് കയറി ഇറങ്ങി എന്തൊക്കെ ആയിരിക്കും, എൻ്റെ പൊന്നി എനിക്ക് ചിന്തിക്കാനേ വയ്യ, ആരാണോ ആ സ്വർണം എടുത്തുകൊണ്ട് പോയതും ആരാണേലും ഗതി പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഒടുക്കത്തെ പ്രാക്ക്. അങ്ങനെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ ഈ പൈസ എങ്ങാനും കൊടുക്കേണ്ടി വന്നാലോ എന്നുള്ളൊരു പേടിയാണ് മഹേഷിന്. മഹേഷാണെങ്കിൽ ആകെ ഇതായിട്ടിരിക്കുക. രേണു ആണെങ്കിലും മഹേഷിന് ഒരു നേരെ സ്വൈര്യം കൊടുക്കുന്നില്ല. ഈ ഒരു നേരം നോക്കി മൊത്തത്തിൽ കുളമായി കിടക്കുകയാണെന്ന് മഹേഷിന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കല്ലു ടീച്ചറമ്മയെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് കണ്ടപ്പോഴേക്കും അമ്മമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു. മോളെ എന്തായെന്ന് ചോദിച്ചു. അതെ, നമ്മളുടെ പ്ലാനിങ്, അതായത് സ്വർണത്തിൻ്റെ പ്ലാനിങ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിലൂടെയാണ് പോയിരിക്കുന്നതെന്നും ഓൺ ദി വേ ആണെന്നുള്ള കാര്യങ്ങളും പറയാം. എന്താ മോളെ നീ പറയുന്നത്? അതെ വല്യമ്മേ, സോറി അമ്മാമ്മേ, കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ നമുക്ക് തിരിച്ചറിയാം എന്നും പറഞ്ഞു. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, അമ്മാമ്മയും പ്രതീക്ഷിച്ചത് ആ സ്വർണ്ണം എടുത്തത് മഹേഷ് മാമനായിരിക്കും എന്നല്ലേ? ആ അതെ, പക്ഷേ മഹേഷ് മാമനല്ല ആ സ്വർണം മോഷ്ടിച്ചതെന്ന് പറയുമ്പോൾ പിന്നെ ആരാണെന്ന് ടീച്ചറമ്മ ഇങ്ങനെ കൊച്ചിനോട് ഭയങ്കര ഇതായിട്ട് ചോദിക്കുക, അറിയാനുള്ള ആകാംക്ഷയോടെ. അന്നേരം കൊച്ചിരുന്ന് ഈ കഥകളൊക്കെ അങ്ങ് പറയുകയാണ്. അത് രാധമ്മ ഇരുന്ന് ഭർത്താവിനോട് വിളമ്പിയ കഥ. അങ്ങനെ തൻ്റെ അമ്മയാണ് ഈ സ്വർണം മോഷ്ടിച്ചതെന്നും കുഞ്ഞിയുടെ കല്യാണം മുടക്കാനായിട്ടുള്ള ഇതൊക്കെ നടത്തുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും വലിയൊരു ദ്രോഹം നമ്മുടെ കുഞ്ഞിയോട് ചിറ്റയോട് എൻ്റെ അമ്മ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മാമ്മ. എൻ്റെ അമ്മ എന്താ അമ്മാമ്മ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ നമ്മുടെ ടീച്ചറമ്മയോട് ചോദിക്കുക. ഇതിപ്പോൾ ആകെപ്പാടെ പ്രശ്നമാവുമല്ലോ മോളെ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, പ്രശ്നമാവട്ടെ, അമ്മ തെറ്റ് ചെയ്തിട്ടല്ലേ, ചിറ്റയുടെ കല്യാണം നടത്തണ്ടേ, അമ്മ ഇത്രയും ദ്രോഹമൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്ലു ഇങ്ങനെ വന്നിട്ട് ടീച്ചറമ്മയായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീട്ടിൽ നടന്ന ഈ കോലാഹലങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും മകളായിട്ട് തന്നെ അമ്മയെന്ന പെരുങ്കള്ളിയെ പുറത്ത് ചാടിച്ചു. കേസ് കൊടുക്കും, കേസാകും, പോലീസുകാർ വീട്ടിൽ വരും, വീട് വളയും, ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും രാധയുടെ ഉള്ളിലുണ്ടായിരുന്ന സകല കള്ളിക്കളികളും പുറത്ത് ചാടി. അങ്ങനെ രാധയ്ക്ക് കിട്ടാവുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ കല്ലു ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ടീച്ചറമ്മ കല്ലുവിനോട് പറയുന്നത്, അങ്ങനെയൊന്നും എൻ്റെ മോള് പറയരുത്, ഇതെങ്ങനെയെങ്കിലും ആർക്കും ഒരു പ്രശ്നമില്ലാതെ തീർക്കണം, അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, എന്തോ ഒരു പോംവഴി എന്നൊക്കെ ടീച്ചറമ്മ ഇങ്ങനെ കൊച്ചിനോട് ചോദിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർക്കാണെങ്കിൽ വിവരങ്ങൾ അറിയാഞ്ഞിട്ട് ആകെ ഒരു സമാധാനക്കേട്. അത് മോനും ടീച്ചറും കൂടെ ഇരുന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലെ അന്തരീക്ഷം മൊത്തത്തിൽ പ്രശ്നത്തിൽക്കാൾ വലിയ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് കെയർ. ബൈ ബൈ, ടാറ്റാ.